അതിൽ ഞാൻ ഏറ്റവും അധികം എടുത്തെടുത്ത് പറയാറുള്ളത് ഞങ്ങളുടെ തലമുറ, ഞാൻ ഉൾപ്പെടുന്ന തലമുറ. ഞാൻ എപ്പോഴും വിശ്വസിക്കും പറയാറുണ്ട്, അതായത് ദർ ഇസ് എ മാജിക് ഇൻ യുവർ ടച്ച്. നമ്മളതിനെ വേണേൽ സ്പർശം എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. ഒരു ഡോക്ടർ രോഗിയുടെ കൈ പിടിക്കുന്നതും രോഗിയുടെ കൂടെ ഇരുന്ന് സ്പർശന കൂടെ പരിശോധിക്കുന്നതും അത് ദാറ്റ്സ് എ ബിഗ് സോളേസ് ഫോർ ദി പേഷ്യൻ്റ്. അപ്പോൾ തിരിഞ്ഞ് നമ്മൾ ഞാൻ എന്തും പറയാറുണ്ട്, അതായത് ഏതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും AI വന്നാലും ഒരു ഡോക്ടറുടെ ആ സ്പർശം, ദ ടച്ച്, ദറ്റ് കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ എൻ AI. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാണ്. ഞാൻ എല്ലാവരെയും ഉപദേശിക്കാറ് അത് തന്നെയാണ്. രോഗിയുടെ കൂടെ പോയി ഇരുന്ന് ഇരിക്കരുതെന്ന് ആരും ഞാൻ തെറ്റാണ്. രോഗിയുടെ കൂടെ തന്നെ ഇരിക്കണം. രോഗിയുടെ കൂടെ ഇരുന്ന് ദർ ഇസ് എ സൊളേസ് വിച്ച് യു ഗീവ് ഫോർ യുവർ ടച്ച്, അത് കൊടുക്കണം. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു സന്ദർഭം കൂടെ ഞാൻ പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ ലേക്ക് ഷോറിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ്. ഇതുപോലെ അസുഖം വളരെ മൂർച്ഛിച്ച ഒരു അച്ഛൻ, ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കട്ടിലിരുന്നു, തോളത്ത് കൈയിട്ട് സംസാരിച്ചു. ബട്ട് ഐ ന്യൂ ദാറ്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു സേവ് ഹിം. രക്ഷപ്പെടുന്ന സംഗതി എനിക്കറിയാമായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും കൂടെ വീട്ടിൽ വന്നു രാവിലെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു 5 നിമിഷം സമയം തരണം. ഇവിടെ വന്നു, എൻ്റെ മുറിയിൽ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, അവർ രണ്ടുപേരും ഇരുന്നിട്ട് പറഞ്ഞു, അതായത് അച്ഛൻ ചികിത്സയിൽ ഉടനീളം ഡോക്ടർക്ക് അറിയാമല്ലോ ഉണ്ടായിരുന്നു, ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛന് ഏറ്റവും അധികം ആശ്വാസം കിട്ടിയ നിമിഷം ഡോക്ടർക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിലൂടെയൊക്കെ പോകുന്നതാണ്, ഞാൻ കൊടുത്തൊരു മരുന്നായിരിക്കും എൻ്റെ മനസ്സിലൂടെ ചിന്തയിൽ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അമ്മ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, ഡോക്ടർ അടുത്ത് വന്നിരുന്ന് തോളത്ത് കൈയിട്ട് സംസാരിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ ദിവസം നമ്മുടെ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധികം ആശ്വാസം കിട്ടിയ ദിവസം. അച്ഛൻ എന്ന ഒരു കാര്യം പറഞ്ഞു, അതായത് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് അച്ഛന് ഒരു നിമിഷം തോന്നി, അച്ഛൻ്റെ 2 കൈയിലെയും കൈവിരൽ കൊണ്ട് എൻ്റെ കണ്ണിലൊന്ന് തൊടണം, കണ്ണ് ഒരു നിമിഷം മൂടി വയ്ക്കണമെന്ന് തോന്നി. പക്ഷെ ഞാൻ അന്ന് അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോക്ടറോട് എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചോണ്ട് ചെയ്തില്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി അവിടെ പോകണം, അദ്ദേഹത്തെ കാണണം. മോളോട് പറഞ്ഞു, നീയെ നിൻ്റെ 2 കൈയും കൊണ്ട് ഡോക്ടറെ കണ്ണിൽ തൊടണം, ഒരു നിമിഷം മൂടണം, എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ദി ടച്ച്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഇടത്തോളം ആശ്വാസം കിട്ടുന്ന ഒരു, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഇറ്റ്സ് എ ടച്ച്. അത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. എനിക്ക് തോന്നുന്നത് ആ ടച്ച് ഈസ് ദ ഇൻറ്റിമസി. ടച്ചാണ് ദ ബെസ്റ്റ് റാപ്പോ ബിറ്റ്വീൻ എ ഡോക്ടർ ആൻഡ് എ പേഷ്യൻ്റ് എന്നാണ് ഞാൻ എപ്പോഴും എല്ലാ മേഖലയിലും പറയാറുള്ളത് തന്നെയാണ്.